ജനുവരി ആദ്യം ഓർമ്മയിലെത്തുന്നത് ജനുവരി 26. അന്നാണ് ഇന്ത്യ റിപ്പബ്ലിക്കാകുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ഗണതന്ത്ര ദിവസം. ജനുവരി 28-നാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ഇന്ത്യൻ ആർമിയുടെ ആദ്യത്തെ ജനറലായ KM കരിയപ്പയുടെ ജന്മദിനം. ജനുവരി 15 കരസേനാ ദിനമായി നമ്മൾ ആചരിക്കുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യം നേടി 1949 ജനുവരി 15-ാം തീയതിയാണ് ഇന്ത്യൻ കരസേനയുടെ മേധാവിയായി അന്നത്തെ ലഫ്റ്റനൻറ്റ് ജനറലായിരുന്ന കരിയപ്പ അന്നത്തെ ബ്രിട്ടീഷ് ജനറലായിരുന്ന വില്യം റോയ് ബുച്ചറിൽ നിന്നും അധികാരമേൽക്കുന്നത്. അതാണ് ജനുവരി 15 കരസേനാ ദിനമായി നമ്മൾ ആചരിക്കുന്നത്. കരസേനയുമായി ബന്ധപ്പെട്ടൊരു സംഭവം കേട്ടാലും, ഒരിക്കൽ ഒരു മേജറിൻ്റെ നേതൃത്വത്തിൽ 15 പട്ടാളക്കാർ തങ്ങളുടെ ഡ്യൂട്ടി പോസ്റ്റായ ഹിമാലയൻ മലനിരകളിലേക്ക് പോവുകയായിരുന്നു. അവർ അവിടെ ചെന്നാൽ മാത്രമേ അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നവരെ മടക്കി അയക്കാൻ കഴിയുകയുള്ളൂ. വളരെ തണുപ്പുള്ള മാസമായിരുന്നു അത്. ഇടവിട്ടിടവിട്ട് മഞ്ഞ് പെയ്യുന്നുമുണ്ടായിരുന്നു. അത് അവരുടെ യാത്രയ്ക്ക് വലിയ തടസ്സവും കാഠിന്യവും വർദ്ധിപ്പിച്ചു. 1-2 മണിക്കൂറിൽ മല കയറിയ അവർ നന്നേ തളർന്നവരും ക്ഷീണിച്ചവരുമായിരുന്നു. അപ്പോഴത്തെ 15 പട്ടാളക്കാരുടെയും വലിയ ആഗ്രഹം ആരെങ്കിലും ഒരു കപ്പ് നല്ല ചൂട് ചായ തന്നിരുന്നെങ്കിൽ എന്നതായിരുന്നു. അവരിൽ ഒരു പട്ടാളക്കാരൻ ആ ആഗ്രഹം മേജറിനോട് പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്നാൽ അത് വെറും ആഗ്രഹമായി തന്നെ നിലനിൽക്കുവാനേ വഴിയുള്ളൂ എന്ന് മേജർ അവരോട് പറഞ്ഞു. പിന്നെയും അവർ ഏകദേശം 1 മണിക്കൂറോളം നടന്നു. ഭാഗ്യം ഒരു പൊട്ടിപ്പൊളഞ്ഞ കെട്ടിടം കണ്ടു. അവർ അതിൻ്റെ അടുത്തെത്തി. പക്ഷേ ഭാഗ്യമില്ല, അത് പൂട്ടി ഇരിക്കുകയാണ്. അതിൻ്റെ വാതിലിൻ്റെ വിടവിൽ കൂടി ഒരു പട്ടാളക്കാരൻ അകത്തേക്ക് നോക്കി. അതൊരു ചായക്കട തന്നെയാണ്. പൂട്ട് പൊളിക്കാൻ അനുവദിച്ചാൽ ഞാൻ എല്ലാവർക്കും ചായ ഉണ്ടാക്കി തരാം. എല്ലാവരും ക്ഷീണിതരാണ്. കഴിഞ്ഞ 2-3 മണിക്കൂറായി നടക്കുകയാണ്. കുറച്ച് വിശ്രമവും ആകാമല്ലോ. ആദ്യം മേജറിനത് അംഗീകരിക്കുവാൻ കഴിയുമായിരുന്നില്ല. രാജ്യത്തിൻ്റെ അതിർത്തി കാത്തു സൂക്ഷിക്കുന്ന നമ്മൾ തന്നെ നമ്മളുടെ ആൾക്കാരെ ഉപദ്രവിക്കുന്നത് ധാർമ്മികതയാണോ? മേജർ ചിന്തിച്ചു. പക്ഷേ ക്ഷീണിതരായ തൻ്റെ സൈനികരുടെ ചൂട് ചായയ്ക്കുള്ള അതിയായ ആഗ്രഹം അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറ്റാൻ തയ്യാറായി. അദ്ദേഹം പൂട്ട് പൊളിക്കുവാൻ മൗനാനുവാദം നൽകി. അങ്ങനെ അവർ 15 പേരും കടയ്ക്കുള്ളിൽ കടന്ന് ചായ ഉണ്ടാക്കി കുടിച്ച് അവിടെയുണ്ടായിരുന്ന ബിസ്ക്കറ്റുകൾ പരസ്പരം ഷെയർ ചെയ്ത് കഴിച്ച് കുറച്ച് സമയം വിശ്രമിക്കുകയും ഉണ്ടായി. മേജർ ചിന്തിക്കുകയായിരുന്നു, ഉടമസ്ഥൻ്റെ അനുവാദമില്ലാതെയാണല്ലോ ഇതൊക്കെ ചെയ്തത്. അത് അദ്ദേഹത്തിന് വിഷമമുണ്ടാക്കി. ഉടനെ തന്നെ അദ്ദേഹം മനസ്സുകൊണ്ട് പറഞ്ഞു, നമ്മളൊരു തെമ്മാടി കൂട്ടമോ തീവ്രവാദികളോ മോഷ്ടാക്കളോ അല്ലല്ലോ, ക്ഷീണം കൊണ്ട് ചെയ്തു പോയതല്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹം തൻ്റെ പേഴ്സ് തുറന്ന് 5-6 രൂപ നോട്ടുകളെടുത്ത് കടയുടമ വരുമ്പോൾ തന്നെ കാണട്ടെ എന്ന് കരുതി പഞ്ചസാര ഇട്ട് വച്ചിരുന്ന ചില്ലുഭരണിക്ക് താഴെയായി വച്ചു. എന്നിട്ട് പട്ടാളക്കാരോട് പറഞ്ഞു, എല്ലാം കഴുകി വൃത്തിയാക്കി അതാത് സ്ഥാനത്ത് വെച്ച് കടയടച്ച് നമുക്ക് യാത്ര തുടരാം. 1-2 മണിക്കൂറുള്ളവർ വീണ്ടും നടന്നു അവരുടെ ഡ്യൂട്ടി പോസ്റ്റിൽ എത്തിച്ചേർന്നു. മേജറും ടീമും 3 മാസക്കാലം അവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. വളരെ പ്രതികൂലമായ കാലാവസ്ഥ. ഇടവിട്ടിടവിട്ട് മഞ്ഞ് വീഴുന്നുണ്ട്. അതിഘോരമായ തണുപ്പ്. ഇതിനെല്ലാം അവഗണിച്ചുകൊണ്ട് തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റ ശ്രമവും അവരുമായിട്ടുള്ള ഏറ്റുമുട്ടലുമെല്ലാം വിജയകരമായി ചെറുത്ത് തോൽപ്പിക്കുവാൻ അവർക്ക് കഴിഞ്ഞു. ഇക്കാലം അത്രയും
15 പേരടങ്ങുന്ന അവരുടെ ടീമിൽ നിന്ന് ആർക്കെങ്കിലും ഗുരുതരമായ പരിക്കോ ജീവഹാനിയോ ഉണ്ടായിട്ടില്ല എന്നത് ഈശ്വരാനുഗ്രഹമായി മേജർ കരുതി. അവരുടെ ഡ്യൂട്ടി അവസാനിച്ചു. മടക്കയാത്രയുടെ ദിവസം വന്നു. അവർ അതേ ചായക്കടയുടെ മുന്നിൽ എത്തിച്ചേർന്നു. സമയം വൈകുന്നേരമായിരുന്നു. ആ കട തുറന്നിരിപ്പുണ്ടായിരുന്നു. അതിനുള്ളിൽ ഒരു മധ്യവയസ്കരനും ഉണ്ടായിരുന്നു. അപ്രതീക്ഷിതമായി ചായ കുടിക്കുവാൻ വന്ന 15 പട്ടാളക്കാരെയും ഓഫീസറെയും കണ്ട് അയാൾ വളരെ സന്തോഷവാനായി. അയാൾ അവരെ സ്വീകരിച്ചിരുത്തി ചായ ഉണ്ടാക്കുവാനായി തുടങ്ങി. അവരുടെ സംസാരം പല മേഖലയിലേക്കും പോയി. ചായക്കടക്കാരൻ ദൈവത്തിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഒരു പട്ടാളക്കാരൻ പറഞ്ഞു, ദൈവമുണ്ടെങ്കിൽ താങ്കൾക്ക് എന്തിനാണ് ഇത്ര ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ഉണ്ടാക്കി തന്നിരിക്കുന്നത്? ദൈവമൊന്നുമില്ല. പട്ടാളക്കാരൻ തുടർന്നു. പക്ഷേ വളരെ വിനയനായി തന്നെ ചായക്കടക്കാരൻ പറഞ്ഞു, സാർജി, ഒരിക്കലും അങ്ങനെ പറയരുത്. തീർച്ചയായും ഭഗവാനുണ്ട്. എനിക്കതിൻ്റെ അനുഭവമുണ്ട്. 15 പട്ടാളക്കാരും ഒരേ സ്വരത്തിൽ ചോദിച്ചു, എന്താണ് അനുഭവം? ചായക്കടക്കാരൻ പറഞ്ഞു, ഏകദേശം 3 മാസങ്ങൾക്ക് മുമ്പ് തീവ്രവാദികൾ എൻ്റെ ഒരേ ഒരു മകനെ പിടിച്ചു കൊണ്ടുപോയി. എന്തോ ഇൻഫർമേഷൻ കിട്ടും എന്ന് പറഞ്ഞാണ് അവനെ കൊണ്ടുപോയത്. അവനാണെങ്കിലോ ഒന്നും തന്നെ കൊടുക്കുവാനുണ്ടായിരുന്നില്ല. അവനെ അവർ മർദ്ദിച്ച് പീഡിപ്പിച്ച് അവശനാക്കി. മൃതപ്രാണനായപ്പോൾ ഗ്രാമത്തിൽ കൊണ്ട് തള്ളിയിട്ട് പോയി. വിവരമറിഞ്ഞ് ഞാൻ ഈ കടയും പൂട്ടി ഉണ്ടായിരുന്ന പൈസയുമായി അവനെ കൊണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി. ഉണ്ടായിരുന്ന പൈസ ഒരു ചികിത്സയ്ക്കും തികയുമായിരുന്നില്ല. തീവ്രവാദികളെ ഭയന്ന് നാട്ടുകാർ സഹകരിക്കുന്നതിനോ 1 രൂപ പോലും കടം തരുന്നതിനോ തയ്യാറായുമില്ലായിരുന്നു. ഞാൻ മനസ്സ് തുറന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം ഞാൻ കടയിൽ വന്നു. കടയുടെ പൂട്ട് പൊളിഞ്ഞു കിടക്കുന്നതാണ് കണ്ടത്. ഞാൻ ആകെ തളർന്നു പോയി. മകനെ ഉപദ്രവിച്ച് എൻ്റെ കടയിൽ നശിപ്പിച്ചിട്ടുണ്ടായിരിക്കും തീവ്രവാദികൾ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ കട തുറന്ന് അകത്ത് കയറി ഭഗവാനെ വിളിച്ചു. കടയ്ക്കുള്ളിൽ സാധനങ്ങളിൽ അല്പം കുറവ് വന്നെങ്കിലും യാതൊന്നും തന്നെ നശിപ്പിക്കപ്പെട്ടിട്ടില്ല. ഭഗവാൻ എൻ്റെ പ്രാർത്ഥന കേട്ടു. പഞ്ചസാരയുടെ ഭരണിക്ക് കീഴിലായി 5-6 1000 രൂപ നോട്ടുകൾ ഇരിക്കുന്നത് ഞാൻ കണ്ടു. തീർച്ചയായും ഭഗവാൻ എൻ്റെ കടയിൽ വന്നിരുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു സാർജി. ആ രൂപയ്ക്ക് എൻ്റെ മകൻ്റെ ആയുസിൻ്റെ വിലയുണ്ടായിരുന്നു. ഭഗവാനിലുള്ള അയാളുടെ അചഞ്ചലമായ വിശ്വാസം ആ മുഖത്ത് കാണുവാൻ കഴിയുമായിരുന്നു. ഇത് കേട്ടതും 15 ജോഡി കണ്ണുകൾ അവരുടെ ഓഫീസറിനെ നോക്കി. ഓഫീസറിൻ്റെ കണ്ണിൽ നിന്നും അവർക്ക് വായിച്ചെടുക്കുവാൻ കഴിഞ്ഞു, യാതൊന്നും മിണ്ടരുത്. എന്നാൽ തങ്ങളുടെ ഓഫീസറിൻ്റെ കണ്ണിൻ്റെ കോണിൽ ആനന്ദാശ്രുക്കൾ പൊടിഞ്ഞിരുന്നത് അവർ മനസ്സിലാക്കി. തുടർന്ന് മേജർ അയാൾക്ക് ചായയുടെ വില നൽകി. ചായ വളരെ നന്നായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അയാൾക്ക് ഹസ്തദാനം നൽകി. പറഞ്ഞു, ഞാനും നിങ്ങളെപ്പോലെ ഈശ്വരവിശ്വാസിയാണ്. തിരമാലകളെപ്പോലെ ഭഗവാൻ അവതരിക്കും എന്നാണ് വൈദിക ഗ്രന്ഥങ്ങൾ പറയുന്നത്. ഓരോ ഭക്തൻ്റെയും ആവശ്യാനുസരണം ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടും. മേജർ കൂട്ടിച്ചേർത്തു. എല്ലാവരും അയാൾക്ക് ഹസ്തദാനം നൽകി. അയാളുടെ സ്വീകരണത്തിന് നന്ദി പറഞ്ഞ് അവിടുന്ന് യാത്ര തുടർന്നു. കരുണയുടെയും ധാർമ്മികതയുടെയും പാതയിൽ നടക്കുന്ന ഏതൊരു ഈശ്വരവിശ്വാസിക്കും നിരാലംബരായവർക്കിടയിൽ ഈശ്വരൻ്റെ സന്ദേശവാഹകരാകാൻ കഴിയും എന്നതാണ് ഈ സംഭവം ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഞാൻ രാകേഷ് ചിമര. സ്വസ്തി പ്രജാപ്യ പരിപാലയാന്താം ന്യായേണ മാർഗേണ മഹിം മഹിഷ്. ഗോബ്രഹ്മണേഭ്യോ സുഖമസ്തു നിത്യം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.